നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അത്തം നക്ഷത്രത്തെ കുറിച്ചാണ്. അത്തം നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 20 മുതൽ ജൂൺ 30 വരെയുള്ള ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ഫലങ്ങൾ പറയുമ്പോൾ ഓരോ ദിവസവും എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം തിരിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫലങ്ങളൊന്ന് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും എന്തൊക്കെ ഭാഗ്യങ്ങൾ വരുമെന്നും ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് അത്തം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും വന്നു ചേരാവുന്ന ഫലമാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ തൊഴിൽ രംഗമൊക്കെ മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. ആത്മവിശ്വാസമൊക്കെ ഉയരുന്ന ഒരു സമയമാണ്. ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് നിർവഹിക്കാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ്. ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റത്തിനൊക്കെ യോഗമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിലൊക്കെ തേടുന്നവർക്ക് നല്ലൊരു സമയമാണ്. തൊഴിലൊക്കെ തേടി അത് ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. ബിസിനസ്സുകാർക്കൊക്കെ നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. വിപണിയുടെ രീതി അനുസരിച്ച് നിങ്ങൾ പെരുമാറുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ പഠിച്ച വിദ്യയൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പഠന മികവൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ എല്ലാ ഊർജവും പഠനത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഒരുപാട് വിശകലനം ചെയ്യാനുള്ള ഒരു ബുദ്ധിശക്തി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അതിലെ വാക്ചാതുര്യം കൊണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ശ്രദ്ധ നേടാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ സമ്പത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭാവിയിലേക്ക് പ്രയോജനം ചെയ്യുന്ന ധനസമാഹരണമൊക്കെ നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഒരു സമയമാണ്. നിക്ഷേപങ്ങളൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. കടങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നീക്കിയിരിപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബിസിനസ്സിൽ ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് കയറ്റിറക്കുമതിയൊക്കെ ചെയ്യുന്ന വ്യാപാരമൊക്കെ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ഷിപ്പിംഗ് രംഗത്തൊക്കെ ഉള്ളവർക്കും കൊറിയർ രംഗത്തൊക്കെ ഉള്ളവർക്കും ഒക്കെ വൻ നേട്ടം ഉണ്ടാകുന്നുണ്ട്. ബിസിനസ്സിൽ പൊതുവെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. ഏത് ബിസിനസ് ചെയ്യുന്നവർക്കും നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും കുടുംബത്തിലെ ചില അനൈക്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പ്രണയങ്ങളൊക്കെ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രണയത്തിലെ ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. വിവാഹാലോചനയ്ക്ക് പറ്റിയൊരു സമയമായിട്ട് കാണുന്നില്ല. ഈ ജൂൺ 30 ശേഷം വിവാഹം ഒക്കെ ആലോചിക്കുന്നതായിരിക്കും ഉചിതം. കുടുംബത്തിലെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ചില വാക്കുതർക്കങ്ങളൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം ഒക്കെ മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. രോഗങ്ങളൊക്കെ ഭേദമാവുന്നതാണ്. വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അന്യദേശ യാത്രകളൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു സമയമാണ്. യാത്രാവേളകൾ കൂടുതൽ സന്തോഷകരമാകുന്നതാണ്. വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്നതാണ്. നിങ്ങൾ ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ അത്തം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഇനി വരുന്ന 20-നും 30-നും ഇടയ്ക്ക് ചോതി, അനിഴം, മൂലം, അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകൾ അതിനിടയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നക്ഷത്രങ്ങളിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ഏതെങ്കിലും വലിയ കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വർജ്യമാക്കേണ്ട നക്ഷത്രങ്ങളാണ്. ഈ സമയങ്ങളില് നിങ്ങൾ പച്ച, വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതാണ്. പോസിറ്റീവ് എനർജി കൂട്ടുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മുത്തല്ലെങ്കിൽ വജ്രം ധരിക്കുന്നതും പോസിറ്റീവ് എനർജി കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ശാസ്താക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സൂര്യമന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ദൈവത്തിലും നിങ്ങളുടെ മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.